അത് സാധൂകരിക്കുന്ന മറ്റെന്തെങ്കിലും തെളിവ് അദ്ദേഹം ഹാജരാക്കിയോ? പോലീസിന്റെ SP ഓഫീസിലെ മരം മുറിച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടുവന്നു. അത് ഏതെങ്കിലും ഗവൺമെന്റ് ഉത്തരവിന്റെ ഭാഗമായി നിയമപരമായിട്ടാണോ മുറിച്ചത് അല്ലയോ എന്ന് കാണിക്കുന്ന ഏതെങ്കിലും രേഖ അദ്ദേഹം ഹാജരാക്കിയോ? ആരോപണങ്ങൾ ഉന്നയിക്കാൻ പലർക്കും സാധിക്കും, എന്ത് ആരോപണം ഉന്നയിക്കാം. ശരിയാണ്, അതിന് തെളിവുകൾ ഹാജരാക്കണം. പക്ഷേ ശ്രീ KS അരുൺകുമാർ, താങ്കൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു PV അൻവറും പാർട്ടിയുമായിട്ട്, അല്ലെങ്കിൽ PV അൻവറും സർക്കാരുമായിട്ട്, അല്ല പാർട്ടി തന്നെ പറയാം, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയായിരുന്നുവെന്ന്. അത് സത്യസന്ധമായ രീതിയിൽ അങ്ങനെയായിരുന്നു. അൻവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, പാർട്ടിക്കാരനല്ലാത്ത അൻവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാർട്ടി എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടി സഖാക്കളെ, അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുവാൻ അൻവറും ഉണ്ടായിരുന്നു. എന്ത് വിമർശനമുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവർ തെന്നിമാറിയത് ആ കൊടുക്കൽ വാങ്ങലിൻ്റെ അളവിൽ വ്യത്യാസം വന്നതുകൊണ്ടാണോ? ഈ സത്യസന്ധത എന്ന് താങ്കൾ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് സത്യസന്ധമായ ഒരു പിന്തുണയോ ഈ കൊടുക്കൽ വാങ്ങലോ ആണെന്ന് നമുക്ക് ധരിക്കാൻ വയ്യ. കാരണം അൻവർ അത്ര ഒരു പൊതുസമൂഹത്തിൽ അത്ര വലിയ ഇമേജ് ഉള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും കോടതി നടപടികളും ഒന്നും അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ പാർട്ടിക്കാർക്കിടയിൽ ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്കാരോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നയാൾ, പാർട്ടിയുടെ നേതൃത്വത്തിനോട് കൂറുള്ളയാൾ എന്നുള്ള ഇമേജിൻ്റെ പുറത്തായിരുന്നു അൻവർ നിന്നിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുവാൻ കഴിയില്ല. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ അളവിൽ, ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതുകൊണ്ട് അൻവർ പിണങ്ങി ഇങ്ങനൊരു പരാതിയുമായിട്ട് വന്നു. തിരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. അൻവറിനത് മതിയാകുമായിരുന്നില്ല. അവിടെ അൻവർ പരസ്യമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നതല്ലേ? അവിടെ ഏത് വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈയാണ് പ്രവർത്തിച്ചത്? അതിനും നിങ്ങളുടെ കയ്യിൽ തെളിവുകളില്ലല്ലോ, ഈ വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ എന്ന്. രണ്ടാമത്തെ സംശയം ഞാൻ അടുത്തതായി ചോദിക്കാം, ഇതിനുള്ള മറുപടി. അല്ല, ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ള താങ്കളുടെ പ്രയോഗം ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും എല്ലാം അൻവർ പല ഘട്ടത്തിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അൻവറിനെതിരെ ആരോപണങ്ങൾ വരുമ്പോഴും അത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി സഖാക്കൾ നന്നായി തന്നെ അണിനിരന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രൂപത്തിലല്ല, ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു MLA എന്ന രൂപത്തിലാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു 8 വർഷം മുമ്പ് ശ്രീ അൻവർ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നില്ലല്ലോ, ഡിക്ക് ആയിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് കുടുംബമാണ്, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ഇപ്പോൾ പറയുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് ഘടകത്തിൽ പോലും പ്രവർത്തിച്ച അനുഭവ പരിചയമില്ലാത്ത ഒരു വർഗ ബഹുജന സംഘടനയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പോലും പ്രവർത്തിച്ച് ഒരു ബേസിക് അനുഭവജ്ഞാനം പോലും ഇല്ലാത്ത ആളാണെന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പലതരത്തിൽ വലതുപക്ഷം പോലും ഉന്നയിക്കാൻ മടിക്കുന്ന ആരോപണങ്ങൾ അടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് വെറും ആരോപണങ്ങളാണ്. ആർക്കും ഉന്നയിക്കാം, എവിടെ ഇരുന്നും ഉന്നയിക്കാം. പക്ഷെ വസ്തുതകളാണ് വേണ്ടത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള തെളിവുകളും വസ്തുതയും ഇല്ലാതെ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അൻവറിന്റെ ചെയ്തികളിൽ എന്ത് തെളിവുകളും വസ്തുതകളും കണ്ടിട്ടാണ് അന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തത്. തിരിച്ച് അൻവർ ഇങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്തതും ഒരു രാഷ്ട്രീയമായ പരിരക്ഷ എന്നുള്ളതേ ഉള്ളൂ. രാഷ്ട്രീയമായി കൂറുള്ള പാർട്ടിയോട് ചെയ്ത ഒരു സഹായം, അങ്ങനെയുള്ള പ്രൊട്ടക്ഷനേ ഉള്ളൂ. അല്ലാതെ പൊതുസമൂഹം നോക്കുമ്പോൾ അൻവർ പൂർണ്ണമായിട്ടും സത്യസന്ധമായ പ്രവൃത്തി ചെയ്തു, തിരിച്ചിങ്ങോട്ട് പാർട്ടി സത്യസന്ധമായി തന്നെ അൻവറിനെ പിന്തുണച്ചു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ശ്രീ അരുൺകുമാർ, രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്, ഈ ആദ്യം പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾക്ക് കൂട്ടിച്ചേർക്കാണ്ട് ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞു ഒക്ടോബർ മാസം 3-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന്. പിന്നെ അന്വേഷണം നടക്കുകയാണ്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ, പോലീസിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാതികൾ, ഇതെല്ലാം. പക്ഷേ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെയല്ലേ ശ്രീ അരുൺകുമാർ മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? അതിൽ അൻവറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന രീതിയിലായിരുന്നുവല്ലോ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ADGPക്കെതിരെയുള്ള അന്വേഷണത്തിൽ എന്ത് കണ്ടെത്താൻ ആണ് ഉള്ളത് എന്നുള്ള സംശയം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അവിടെ അൻവർ തെറ്റി. അല്ല, അൻവർ തെറ്റിയത് സ്വിച്ചിട്ടാൽ ലൈറ്റ് തെളിയെന്ന് പറഞ്ഞവരെ ഒരു അന്വേഷണം ആരംഭിച്ചാൽ അപ്പോൾ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിലേക്ക് നയിച്ച കാര്യങ്ങളുണ്ടായില്ലല്ലോ. ആ പരാതികൾ ആകെ തന്നെ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നെ DGP എന്ത് അന്വേഷിക്കാനാണ്? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഈ അൻവർ തന്നെയാണ് സ്വർണ്ണക്കടത്തിന് കൂട്ടു നിൽക്കുന്നയാൾ എന്നുള്ള സംശയം പൊതുസമൂഹത്തിലേക്ക് മുന്നിൽ ഇടുകയായിരുന്നുവല്ലോ മുഖ്യമന്ത്രി ചെയ്തത്.
അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പരാതി കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ട് വേണം നടപടി സ്വീകരിക്കാൻ. DGPയേക്കാൾ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ലല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി സമയപരിധി നിശ്ചയിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, ആ വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അന്വേഷണ ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അന്നേരം ഒരു വാക്ക് പോലും പ്രസ്താവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മെറിറ്റിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ തുടരെ പത്രസമ്മേളനം നടത്തുന്ന രീതി ശരിയല്ല. പത്രക്കാർ പല ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പലതും ഊഹിക്കാം, അന്വേഷിക്കാം എന്ന് പറയുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിയത്. പാർട്ടി പല ഘട്ടത്തിലും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കൃത്യമായി അഭ്യർത്ഥിച്ചു, നിങ്ങൾ പത്രസമ്മേളനം ഒഴിവാക്കാം. തുടർച്ചയായി പത്രസമ്മേളനം നടത്തി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കിയാൽ, ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ആദ്യം ചോദിച്ചല്ലോ, എന്ത് തെളിവാണ് നിങ്ങൾക്ക് അവർ തന്നത്? ശ്രീ PV അൻവർ ഒരു 10ഓളം പത്രസമ്മേളനം നടത്തി. കുറെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസ്താവനകളല്ലാതെ എന്ത് തെളിവാണ് പത്രമാധ്യമങ്ങൾക്ക്? മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും തെളിവ് തന്നോ? മറ്റെന്തെങ്കിലും മന്ത്രിമാർക്കെതിരെ തെളിവ് തന്നോ? ഈ ആരോപണം വാക്കാൽ ഉന്നയിക്കുന്നു എന്നല്ലാതെ വസ്തുനിഷ്ഠമായി ഇത് ശരിയാണ് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയോ? തെളിവ് എന്ന് പറയുമ്പോൾ അരുണെ ഇത് തെളിവ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നയാൾ ഭരണപക്ഷത്തെ MLA, നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഒരാളാണ് എന്നത് തന്നെ അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഉള്ളിൽ നിന്നായിരിക്കുമല്ലോ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുവാൻ പറ്റുക. അത് അൻവർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നവർക്ക് മുന്നിൽ അൻവർ ഹാജരായിട്ടുണ്ടെന്നൊക്കെയാണല്ലോ അവിടെ കൊടുത്തിട്ടുണ്ടാവാം. എനിക്കറിയില്ല കേട്ടോ. അൻവർ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ ഉള്ള തെളിവുകളൊക്കെ അന്വേഷണം നടത്തുന്നവർക്ക് കൊടുക്കുമെന്ന്. എനിക്കറിയില്ല അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന്. പക്ഷേ ഈ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഒരു MLA ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കണം? പ്രതിപക്ഷമാണെങ്കിൽ ശരി, അത് ആരോപണം എന്ന് പറയാം. ഇതങ്ങനെ അല്ലല്ലോ ശ്രീ KS അരുൺകുമാർ. അതായത് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആഭ്യന്തര വകുപ്പിനെതിരെ ആരെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ അത് ഭരണപക്ഷത്ത് നിന്നാണെങ്കിലും അവർ അനഭിമതരായിരിക്കും. അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന കാര്യമല്ലേ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അൻവർ പടിക്ക് പുറത്താവുന്നതോടുകൂടി അൻവറെ ന്യായീകരിച്ച് പറയുന്നതല്ല. അല്ല, ഒരിക്കലുമല്ല. ഏത് വ്യക്തി ആരോപണം ഉന്നയിക്കുന്നു എന്ന കാര്യത്തിലല്ല, ആ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ എന്ന കാര്യത്തിലാണ്. ഇപ്പൊ 3 തവണ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി. ജലമെട്രോയ്ക്കെതിരെ പോയി, AI ക്യാമറയ്ക്കെതിരെ പോയി, K-ഫോണിനെതിരെ പോയി. ആരോപണം ഹൈക്കോടതി പരിശോധിച്ച് ഇതെല്ലാം തള്ളിക്കളഞ്ഞല്ലോ. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പോലെ ഭരണപക്ഷത്തെ ഒരു MLA മാറുമ്പോൾ ആ ഭരണപക്ഷത്തെ MLAയുടെ സ്വഭാവം ശരിക്കും പ്രതിപക്ഷത്തിന്റെ സ്വഭാവമായി മാറി എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഇതേ MLA അല്ല. അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ MLA തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചത്. അന്ന് നിങ്ങൾ ഓൺ ചെയ്തു. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആ DNA പരാമർശം നടത്തിയത് ഇതേ MLA ആണ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അന്നും പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ഓൺ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായി. പെട്ടെന്ന് തന്നെ തിരിച്ചൊരാരോപണം വന്നപ്പോൾ, സ്വന്തമായിട്ടൊരു ആരോപണം നേരിടാൻ പറ്റാതെ വന്നപ്പോൾ അനഭിമതനായി. പിന്നെ മുദ്രാവാക്യം വിളി, റോഡിലിറങ്ങി ഇങ്ങോട്ട് കളി വേണ്ട എന്നുള്ള പറച്ചിൽ. ഇല്ല. സതീശനെതിരെ എന്ത് തെളിവാണ് ഈ MLA കൊണ്ടുവന്നത്? എന്ത് തെളിവ് കൊണ്ടുവന്നു സതീശനെതിരെ? എന്ത് തെളിവാണ് ഈ MLA കൊണ്ടുവന്നത്? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. രാഹുൽ ഗാന്ധിക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴും പാർട്ടി CPM പറഞ്ഞത്, CPMന് അങ്ങനെ അഭിപ്രായമില്ല, അതൊക്കെ പറഞ്ഞയാൾ അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഹാജരാക്കും, ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നയം വ്യക്തമാണ്. ഇത്തരത്തിൽ വലതുപക്ഷത്തിന്റെ നാവായി മാറുന്നു, ഒരു തരത്തിലും ഒരു തെളിവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കണ്ടേ? ഇന്നിപ്പോ പല ചാനലുകളും അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഒപ്പം ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ ഹാജരാക്കുന്നത് പോലെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചാനലുകൾ ചോദിക്കുമ്പോഴും ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും വള്ളി നിക്കറിട്ട് അൻവർ പോകുമ്പോ നിയമസഭയിൽ ചോര ഒലിപ്പിക്കുന്ന ഷർട്ടുമായി വന്ന് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി, നിങ്ങൾക്ക് എന്നെ തല്ലി ഒതുക്കാം, എന്റെ ശരീരം തല്ലി ഒടിക്കാം, പക്ഷെ ഞാൻ ഉയർത്തുന്ന ശബ്ദത്തെ, എന്റെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അന്ന് 2ലോ 3ലോ പഠിക്കുകയാണ് PV അൻവർ.